Okay. Good afternoon to all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, Good ma'am. afternoon. Yeah, good afternoon. Okay, how are you? How are you all? Fine, ma'am. Fine, ma'am. Okay. എന്താണ് എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ ചാറ്റില്. എന്താണ് എന്തൊക്കെ സിപ്പായെന്നോ? Ma'am, food കഴിച്ചോ? ഞാനോ? ഓക്കെ, ഫുഡ് കഴിച്ചു. സുഖാണോ? പിന്നെ സുഖം. ഹരിത എങ്ങനെയാണ്? ഓക്കെ ആണോ? സുഖാണ്? സുഖമായിട്ടിരിക്കുന്നു? Okay, സുഖം, ma'am. ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ? ഇല്ലല്ലേ. ക്ലാസ് തുടങ്ങിയ ഡൗട്ട് ചോദിക്കട്ടല്ലോ. ക്ലാസ് തുടങ്ങിയിട്ട് വെച്ചാൽ പോരെ. മലയാളി ധാരാളം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. യെസ് മാം. യെസ്, ഓക്കെ. അപ്പോ നമ്മുടെ ന്യൂ ചാപ്റ്റർ ആണ്. രണ്ട് ചാപ്റ്റർ കഴിഞ്ഞു അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ, മോഡ്യൂൾ 2, ചാപ്റ്റർ 30, മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ്. ഓക്കെ, എല്ലാവരും ടെക്സ്റ്റ് കിട്ടിയല്ലോ അല്ലേ? സ്ക്രീൻ വിസിബിൾ ആണോ? വിസിബിൾ ആണ്. ഓക്കെ, വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേസ് ക്ലാസ്. അപ്പോ എന്താണ് സ്പില്ലേജ് വേസ്റ്റ്? എന്താണ് ഇൻ ഹോസ്പിറ്റൽ? വാട്ട് ഈസ് സ്പില്ലേജ് വേസ്റ്റ്? You know that? എന്താണ് സ്പില്ലേജ് വേസ്റ്റ്? എന്താണ് അറിയോ? അറിയില്ല അല്ലേ? മെഡിക്കൽ വേസ്റ്റുകളാണോ? സോ മെഡിക്കൽ ആയിട്ടുള്ള വേസ്റ്റുകളാണോ? വോയിസ് ക്ലിയർ അല്ലല്ലോ, കേൾക്കുന്നില്ല. പോട്ടെ, പറയാം. മാം ചോർച്ചയാണോ? ചോർച്ചയാണ് കേട്ടോ, ലീക്കേജ് ആണ്. ഓക്കെ, നമ്മുടെ വേസ്റ്റ് ഹോസ്പിറ്റലിലുള്ള വേസ്റ്റ് ഉണ്ടല്ലോ, അതിന്റെ ചോർച്ചയാണ്. അതാണ് സ്പില്ലേജ് വേസ്റ്റ്. ഓക്കെ, നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കാം. Any item or material that has spilled or leaked from its designated container or place is referred to as spillage waste. അതായത് ഹോസ്പിറ്റലിലെ ഇപ്പോ എന്തെങ്കിലും തരത്തിലുള്ള പറയുന്ന വേസ്റ്റ് അല്ലെ? ഇപ്പൊ ഹോസ്പിറ്റലിൽ അറിയാലോ ഒരുപാട് വേസ്റ്റ് ഉണ്ട്. അതിപ്പോ നമ്മുടെ എത്രയുള്ള വേസ്റ്റ് ആകാം, ബോഡി വേസ്റ്റ് ആകാം, മീൻസ് ബോഡി ഫ്ലൂയിഡ്സ് ആകാം, ഡ്രഗ്സ് ആയിരിക്കും അല്ലെ? ഇത്തരത്തിലുള്ള വേസ്റ്റ് ആണ് ഇപ്പോ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഇപ്പോ എന്തെങ്കിലും ഓപ്പറേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് ഉണ്ടല്ലോ അല്ലെ? സോ എന്താണെങ്കിലും ഇപ്പോ എന്ത് എക്യുപ്മെന്റ്സ് ആണെങ്കിലും വേസ്റ്റ് ആണെങ്കിലും അവിടുത്തെ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞാലും അതെല്ലാം വേസ്റ്റ് ആണ്. ഗ്ലൗസ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഹോസ്പിറ്റൽസും സ്റ്റാഫ്സും എല്ലാം യൂസ് ചെയ്യുന്നത് അതുള്ള വേസ്റ്റ് ആണെങ്കിലും അത് ഒന്നില്ലെങ്കിൽ സ്പിൽഡ് ഓർ ലീക്ഡ്, ഒന്നില്ലെങ്കിൽ അവിടെ ഉള്ളിലോട്ട് തെറിച്ച് വീഴാം, വാളിലോ ഫ്ലോറിലൊക്കെ ആയിട്ട് അത് തെറിക്കാനോ സ്പില്ലീസ് തെറിക്കുവാനാണ് തെറിക്കുക. ഓക്കെ, അങ്ങനെ സ്പില്ലാകാനും ലീക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ? അത് ആ ഒരു കണ്ടെയ്നറിൽ നിന്ന്, ഡെസിഗ്നേറ്റഡ് കണ്ടെയ്നറിൽ നിന്ന് അല്ലെങ്കിൽ അവിടുത്തെ ഇവിടെ വെച്ചിരിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള വേസ്റ്റുകൾ ഇവിടെ ലീക്ക് ചെയ്യാനും സ്പിൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതിനെയാണ് അങ്ങനെയുള്ള വേസ്റ്റിനെയാണ് എന്ത് സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഹോസ്പിറ്റൽസിലെ വേസ്റ്റ് ആണ്. ഇപ്പോ നോക്കിക്കോളൂ കേട്ടോ. നെക്സ്റ്റ് സെന്റൻസ് നോക്കാം. ഹോസ്പിറ്റൽസ്, laboratories, industrial facilities and homes are just a few places where this kind of garbage can be found. ഹോസ്പിറ്റൽസിലും നമ്മുടെ ലബോറട്ടറീസിലും പിന്നെ ഇൻഡസ്ട്രിയൽ ഫെസിലിറ്റീസിലും ഏത് സ്ഥലങ്ങളിലാണ്, ഇപ്പൊ ഹോസ്പിറ്റൽസിലാണെങ്കിലും അല്ലെ, ഇങ്ങനെയുള്ള വേസ്റ്റുകൾ നമുക്ക് കാണാൻ പറ്റാവുന്നതാണ് അല്ലെ? ഓക്കെ, ഈ പറയുന്ന ഫ്യൂ പ്ലേസസിലാണ് ഇത്തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. Okay, spillage waste in hospitals may consist of blood, body fluids, chemical or other potentially dangerous substances. ഇപ്പൊ ഹോസ്പിറ്റൽ ആണെങ്കിൽ ഇപ്പൊ നമ്മള് പഠിക്കുന്നത് ഹോസ്പിറ്റൽ ഫീൽഡ് ആണ്. അപ്പൊ ഹോസ്പിറ്റലാണ് ഫോക്കസ് ചെയ്യുക അല്ലെ? അപ്പൊ ഹോസ്പിറ്റലിലാണെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള വേസ്റ്റ് ആണ് വരാം? ബ്ലഡ്സ് വരാം അല്ലെ, ഫ്ലൂയിഡ്സ് വരാം, കെമിക്കൽസ്,
അതുപോലെ തന്നെ എന്തെങ്കിലും ഡേഞ്ചറസ് ആയിട്ടുള്ള കെമിക്കൽസും നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതിലൊക്കെ എന്താണ്, അതെല്ലാം എന്താണ്, വേസ്റ്റ് ആണ് അല്ലെ. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള സർജറീസോ എന്തെങ്കിലും അല്ലെ, അങ്ങനത്തെ സർജറീസും ഇപ്പോ അവിടെ പേഷ്യൻസ് ഉണ്ടെങ്കിൽ പേഷ്യൻസിനെ നമ്മൾ ക്ലീൻ ചെയ്യുന്നതാണെങ്കിലും ആ വരുന്ന വേസ്റ്റുകൾ അല്ലെ, അതിപ്പോ ബോഡിയിലുള്ള ഫ്രൂട്ട്സ് ആയിട്ട് അംഗങ്ങളായിക്കോട്ടെ, ബ്ലഡ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ലാബിലൊക്കെ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ അതിൽ കെമിക്കൽസ് നമുക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കെമിക്കൽസ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ടെസ്റ്റ് പ്രൊസീജിയർ നമ്മൾ ഫോർവേഡ് ചെയ്യുന്നത് അല്ലെ. സോ ആ തരത്തിലുള്ള കെമിക്കൽസോ അതുപോലെ ഡേഞ്ചറസ് ആയിട്ടുള്ള സബ്സ്റ്റാൻസസോ കെമിക്കൽസോ നമുക്ക് പറയുന്ന ഹോസ്പിറ്റൽസിൽ ആവശ്യമാണ്. സോ അത്തരത്തിലുള്ള എല്ലാരും അല്ലെ, എല്ലാരും ഈ പറയുന്ന ബ്ലഡ് ആയിക്കോട്ടെ, ബോഡി ഫ്ലൂയിഡ്സ് ആയിക്കോട്ടെ, കെമിക്കൽസ് ആയിക്കോട്ടെ, ഇതെല്ലാം എന്താണ്, സ്പില്ലേജ് വേസ്റ്റ് ആണ്. ഇതെല്ലാം വേസ്റ്റ് ആണല്ലോ അല്ലെ. ഇതെല്ലാം നമുക്ക് ഇപ്പോ ഉപയോഗം കഴിഞ്ഞാൽ ഇതെല്ലാം വേസ്റ്റ് ആണ്. അപ്പൊ ഹോസ്പിറ്റൽ ഫീൽഡിലാണെങ്കിൽ ഇത്തരത്തിലുള്ള വേസ്റ്റാണ് നമുക്ക് കാണാൻ പറ്റുക, ഓക്കെ, കാണാൻ സാധിക്കുക. സോ that is the spillage rate of waste in hospitals. That is blood, body fluids, chemicals or other potentially dangerous substances. Okay, അപ്പോൾ spillage waste എന്താണെന്ന് മനസ്സിലായപ്പോ ഹോസ്പിറ്റലില് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള സാധനങ്ങളും അല്ലെ, സാധന സാമഗ്രികളും എല്ലാവരും എന്താണ്, വേസ്റ്റ് ആണ് അല്ലെ. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത്. Is it clear? Clear or not? Clear. Okay. Then genuine management of leakage. Genuine management of leakage waste is important to protect the health and protection of people and environment. അതായത് ഈ പറയുന്ന വേസ്റ്റ് അല്ലെ, ഈ പറയുന്ന വേസ്റ്റ് ലീക്ക് ആയി കഴിഞ്ഞാല് അല്ലെ, അതായത് നമ്മൾ ലീക്ക് ആവാതെ മാക്സിമം അത് ലീക്ക് ആവാതെയും എല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അത് ലീക്ക് ആയി കഴിഞ്ഞാല് നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ ആണ് അല്ലെ, ഹെൽത്തിലാണെങ്കിലും പറയുന്ന പീപ്പിൾസിലാണെങ്കിലും എൻവിറോൺമെന്റ് ആയാലും ഒരു പ്രൊട്ടക്ഷൻ ആവശ്യമാണ്. ഇമ്പോർട്ടന്റ് ടു പ്രൊട്ടക്ട് the health and the protection of people and environment. എന്തെങ്കിലും തരത്തിലുള്ള ഈ വേസ്റ്റുകൾ ലീക്ക് ആയാല് അല്ലെ, ലീക്ക് ആയാല് നമ്മുടെ ഹെൽത്തിനെയും നമ്മുടെ എന്താണ് അവരുടെ നമ്മുടെ മനുഷ്യന്മാരായാലും നമ്മുടെ ഹെൽത്തിനെയും എൻവിറോൺമെന്റിനെയും അത് നമുക്കത് എഫക്ട് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അത് ഭയങ്കര ഹാംഫുൾ ആയിരിക്കും. ആ ഒരു എഫക്ട് വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഭയങ്കര ഹാംഫുൾ ആയിരിക്കും. അതുപോലെ തന്നെയാണ് എൻവിറോൺമെന്റിലാണെങ്കിലും അത് ഭയങ്കര ഹാംഫുൾ ആയിട്ട് വരാൻ ചാൻസ് അധികമാണ് കേട്ടോ. In hospital, leakage waste can cause a risk of infection to healthcare workers and patients, as well as the prospects for the spread of diseases. എന്തെങ്കിലും തരത്തിലുള്ള ലീക്കേജ് സംഭവിക്കുകയാണെങ്കിൽ തന്നെ, ഇപ്പോ ലീക്കേജ് എന്ന് പറയുമ്പോൾ നമ്മള് സർജറി ചെയ്യാണ് അല്ലെ, നമ്മൾ ഓപ്പറേഷൻ തിയേറ്റർ നമ്മൾ പഠിച്ചാണ് അല്ലെ. ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ സർജറി ചെയ്യുമ്പോൾ നമുക്ക് എന്തെല്ലാം എക്യുപ്മെന്റ്സ് ആവശ്യമാണ്. അവിടെ മൂർച്ചയുള്ള ഉപകരണങ്ങളും അതുപോലെ തന്നെ നമ്മൾ സർജറി ചെയ്യാൻ ആവശ്യമായ നമുക്ക് വേണ്ട ഗ്ലൗസ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും അല്ലെ, നമ്മൾ ഏപ്രൺ ആണെങ്കിലും ഗ്ലൗസ് ആണെങ്കിലും ഇപ്പോ നമുക്ക് ഹെയർ ക്യാപ്പ് ആണെങ്കിലും സ്പെക്സ് ആണെങ്കിലും ലെഗിലുണ്ടാവുന്ന ലെഗ് ഗ്ലൗസ് ആണെങ്കിലും ഇതെല്ലാം നമ്മൾ വേറിട്ടാണ് നമ്മൾ ഈ പ്രൊസീജിയറിൽ നമ്മൾ നിൽക്കുന്നത്. ഇപ്പൊ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, സ്റ്റാഫ് നഴ്സ് ആയിക്കോട്ടെ, വർക്കേഴ്സ് ആയിക്കോട്ടെ, ആരൊക്കെയാണ് ഓപ്പറേഷൻ തിയേറ്ററിലുള്ളതെന്ന് വെച്ചാൽ അതെല്ലാവരും എല്ലാവരും നമ്മൾ വേറിട്ടാണ് നമ്മൾ പ്രൊസീജിയറിൽ നമ്മൾ അത് കുറച്ച് ഇൻവോൾവ് ആകാം. ഓക്കെ, ദെൻ ആ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യാണ്. അതിനിടയിൽ സപ്പോസ് ഇപ്പോ ബ്ലഡ്സ് എല്ലാം നമ്മൾ ചെയ്യുമ്പോൾ ബ്ലഡ് നമ്മുടെ ഗ്ലൗസിലോ ബലപ്പെട്ടും അത് പറ്റാൻ ചാൻസ് ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ സപ്പോസ് ആ ബ്ലഡ് എന്ന് പറയുന്ന വേസ്റ്റ് ആണ് അല്ലെ, ആ ബ്ലഡ് ചിലപ്പോ തറയിലോ വാളിലോ നമ്മുടെ കയ്യിൽ ഇപ്പൊ ട്രേ ആണെങ്കിൽ നമ്മൾ കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ താഴെ വീഴാനും ഏതെങ്കിലും എക്യുപ്മെന്റ് താഴെ വീണാൽ പോലും അവിടെ ബ്ലഡ് എന്താണ് സ്പ്രെഡ് ആകാൻ ചാൻസ് ഉണ്ട്. തറയിലോ വാളിലോ സ്പ്രെഡ് ആകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുന്നതിനെയും നമ്മൾ ലീക്കേജ് എന്ന് പറയും. മനസ്സിലായോ? അങ്ങനെ വരുന്ന എന്തെങ്കിലും തരത്തിലുള്ള ബ്ലഡോ അല്ലെങ്കിൽ മനുഷ്യദ്രാവകമോ അല്ലെങ്കിൽ ഫ്ലൂയിഡ്സോ തറയിൽ വീണാലും അതെന്താണ്, ലീക്കേജ് ആണ്, സ്പില്ലേജ് തന്നെയാണ്. സോ അതിലൂടെയും മനുഷ്യർക്ക് ഇൻഫെക്ഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. മീൻസ് അവിടെ നിൽക്കുന്ന നഴ്സസിനായിക്കോട്ടെ ഡോക്ടേഴ്സിനായിക്കോട്ടെ അവർക്ക് എന്താണ്
ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് അധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് അത് പ്രൊട്ടക്ട് ചെയ്യണം, ലീക്കേജ് വരാതെ നോക്കണം, പ്രൊട്ടക്ട് ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ, സോ then besides, dangerous leakage waste can threaten the environment if not managed in a proper manner. അതുകൂടാതെ ഇപ്പോ നമുക്ക് ഇൻഫെക്ഷൻസ് വരിക അതൊക്കെ, അതുകൂടാതെ എന്താണ് ഈ പറയുന്ന ലീക്കേജ് സംഭവിക്കുകയാണെങ്കിൽ തന്നെ അത് നമ്മുടെ എൻവിറോൺമെന്റിനെയും ബാധിക്കാൻ ചാൻസ്. അത് പ്രോപ്പർ ആയിട്ട് നമ്മൾ മാനേജ് ചെയ്തില്ലെങ്കിൽ, പ്രോപ്പർ ആയിട്ട് നമ്മൾ മാനേജ് ചെയ്തില്ലെങ്കിൽ എൻവിറോൺമെന്റിനെയും നമ്മുടെ സൈഡ് എഫക്റ്റ് ആയിട്ട് ബാധിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. To successfully manage leakage waste in hospitals, it is necessary to have a leakage response plan in place, provide appropriate equipment for leakage response, train staff on leakage response procedures, use act containment materials, and properly discard the waste in accordance with the local regulations and hospital policies. അതായത് ഇപ്പോ ഈ വേസ്റ്റ് അല്ലെ, ഈ പറയുന്ന വില്ലേജ് വേസ്റ്റ്, ലീക്കേജ് വേസ്റ്റ് നമ്മൾ എന്താണ് അത് സക്സസ്ഫുള്ളി നല്ല രീതിയിൽ അത് മാനേജ് ചെയ്യേണ്ട ആവശ്യമാണ്. ഹോസ്പിറ്റൽ, പ്രത്യേകിച്ച് ഹോസ്പിറ്റൽസ് ആണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ അത് ഹാൻഡിൽ ചെയ്യണം, അത് മാനേജ് ചെയ്യണം അല്ലെ. കാരണം അത് ഒരു പ്രോപ്പർ ഒരു പ്ലാൻ വേണം അല്ലെ. നമ്മൾ എങ്ങനെ ഡിസ്പോസ് ചെയ്യണം, അതുപോലെ തന്നെ എങ്ങനെ ലീക്കേജ് വരാതെ നോക്കണം. ഓക്കെ, എങ്ങനെ ലീക്കേജ് വരാതെ നോക്കണം, അത് നമ്മൾ സ്റ്റാഫ്സിന് എങ്ങനെ how can we train our staffs to control the leakage of the waste, ലീക്കേജ് എങ്ങനെ കൺട്രോൾ ചെയ്യണം, അങ്ങനെ അതിനൊക്കെ വേണ്ടി ട്രെയിൻ ചെയ്യണം. ഇതെല്ലാം ചെയ്യാനുള്ള പ്രോപ്പർ പ്ലാൻ അല്ലെ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മുടെ ഹോസ്പിറ്റൽ പോളിസീസും എല്ലാം എന്താണ് ഈ പറയുന്ന പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യാൻ, ലീക്കേജ് വേസ്റ്റ് മാനേജ് ചെയ്യാനുള്ള പറയുന്ന ഒരു റെസ്പോൺസിബിൾ പ്ലാൻ നമ്മൾ എന്താണ് എപ്പോഴും അത് ഒന്ന് പ്ലാൻ ചെയ്യണം അല്ലെ. കാരണം എന്തെങ്കിലും തരത്തിലുള്ള രീതിയിൽ ആ വില്ലേജ് വേസ്റ്റ് ലീക്ക് ആയാൽ അത് ഇപ്പോ അവിടെ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ പോലും നമ്മുടെ പ്രകൃതിക്കാണെങ്കിൽ പോലും വളരെ തരത്തിലുള്ള വളരെ അപകടമായ രീതിയിൽ തന്നെ എന്താണ് അത് എഫക്റ്റ് ആവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വില്ലേജ് വേസ്റ്റ് നമ്മുടെ ഹോസ്പിറ്റൽസ് ആണെങ്കിൽ നല്ല രീതിയിൽ അത് പ്രോപ്പർ ആയിട്ട് തന്നെ അത് മാനേജ് ചെയ്യാനും ഡിസ്പോസ് ചെയ്യാനും അതിന് വേണ്ട ട്രെയിനിങ് ആണെങ്കിലും അല്ലെ, അതിന് വേണ്ട രീതിയിലുള്ള ട്രെയിനിങ് സ്റ്റാഫ്സിനെ പ്രൊവൈഡ് ചെയ്യേണ്ടതും, പിന്നെ അതിനുള്ള നല്ല പ്രോപ്പർ പ്ലാൻ ആണെങ്കിലും അത് റെഗുലേഷൻസ് ആണെങ്കിലും എല്ലാം പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഓക്കെ, ക്ലിയർ? ഇൻട്രൊഡക്ഷൻ ക്ലിയർ ആയോ? എന്താണ് സ്പില്ലേജ് വേസ്റ്റ്? ഹോസ്പിറ്റൽസ് വരുന്ന വേസ്റ്റിനെയാണ് സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത്. അത് ഏത് തരത്തിലുള്ള വേസ്റ്റ് ആകാം, ബ്ലഡ് ആകാം, ബോഡി ഫ്ലൂയിഡ്സ് ആകാം, കെമിക്കൽസ് ആകാം അല്ലെ, അപ്പൊ യാതൊരു തരത്തിലുള്ള എന്ത് ഡേഞ്ചറസ് സബ്സ്റ്റാൻസും ആകാം, ഇതെല്ലാം എന്താണ് സ്പില്ലേജ് വേസ്റ്റിൽ വരുന്നതാണ്. സോ അങ്ങനെ ആ സ്പില്ലേജ് വേസ്റ്റ് നമ്മൾ പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുന്നത്, ഡിസ്കാർഡ് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അഥവാ അങ്ങനത്തെ എന്തെങ്കിലും തരത്തിലുള്ള ലീക്കേജ് സംഭവിക്കുകയാണെങ്കിൽ അത് നമ്മുടെ അവിടെ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും അത് എൻവയോൺമെന്റിനാണെങ്കിലും വളരെയധികം എന്താണ് എഫക്ട് ചെയ്യും അല്ലെ, ഭയങ്കര ഹാർംഫുൾ ആയി തന്നെ എഫക്ട് ചെയ്യും. ഇപ്പോ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ കോവർക്കേഴ്സിന് ആയിക്കോട്ടെ അല്ലെങ്കിൽ പീപ്പിൾസിനായിക്കോട്ടെ ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ അത് മസ്റ്റ് ആയിട്ടും അത് പ്രോപ്പർ റെസ്പോൺസിബിൾ പ്ലാനിലൂടെ തന്നെ ഹാൻഡിൽ ചെയ്യേണ്ടത്, മാനേജ് ചെയ്യുന്നത് വളരെയധികം അത്യാവശ്യമാണ്. സോ പ്രോപ്പർ ആയിട്ട് ഈ സ്പില്ലേജ് വേസ്റ്റ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. സോ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം കൂടിയാണ് ഹോസ്പിറ്റൽ ഫീൽഡ്. ഓക്കെ, ക്ലിയർ? കാരണം ഒരുപാട് പല രീതിയിലുള്ള അസുഖങ്ങളുള്ള പേഷ്യൻസ് ആണ് നമ്മൾ ഹോസ്പിറ്റൽസിൽ നമ്മൾ കാണാം. സോ അവരുടെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഫ്ലൂയിഡ്സ്, ഇപ്പൊ നമ്മുടെ പേഷ്യൻസ് നോർമൽ ഔട്ട് പേഷ്യൻസ് നമ്മള് ഇപ്പോ നോർമലി ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ഫ്ലൂയിഡ്സ് തറയിലോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. മനസ്സിലായോ? അതുകൊണ്ടാണ് ലീക്കേജ്, എന്തെങ്കിലും തരത്തിൽ ലീക്കേജ് ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ അങ്ങനെ വരാതെ നോക്കേണ്ടതും അത് മാനേജ് ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണ് എന്ന് പറയുന്നത്. അതാണ് എന്താ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആയോ? ഓക്കെ, ഇനി എന്താണ് റിസ്ക് ആൻഡ് ഹസാർഡ്സ് അസോസിയേറ്റഡ് വിത്ത് സ്പില്ലേജ് വേസ്റ്റ്. അതായത് സ്പില്ലേജ് വേസ്റ്റുമായി ബന്ധപ്പെട്ട അപകടങ്ങളും റിസ്കുകളാണ് എന്തൊക്കെയാണ് നോക്കാം. Here are some of the risks and hazards associated with the spillage waste.
വേസ്റ്റുമായി ബന്ധപ്പെട്ട അല്ലെ സ്പില്ലേജ് വേസ്റ്റുമായി ബന്ധപ്പെട്ട റിസ്കുകളും അപകടങ്ങളും എന്തൊക്കെയാണ്? The first one is infection. The main thing is that infections are. So leakage of blood and the body fluids can spread transmissible diseases such as HIV, hepatitis B and C, and other blood-borne pathogens. Healthcare staff and patients who engage with the polluted items are at risk of getting sick. Okay. അതായത് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് സ്പില്ലേജ് വേസ്റ്റ് എങ്ങനെ ലീക്ക് ആയി കഴിഞ്ഞാൽ അല്ലെ. സോ എങ്ങനെയാണ് ബ്ലഡ് അല്ലെ ബ്ലഡോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സോ എന്തെങ്കിലും പറയുന്ന കൈൻഡ് ഓഫ് വേസ്റ്റ് അല്ലെ ലീക്ക് ആയി കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് അല്ലെ സ്പ്രെഡ് ട്രാൻസ്മിറ്റബിൾ ഡിസീസസ് പകർച്ചവ്യാധി അല്ലെ രോഗകാരികൾ. ഇപ്പൊ പകർച്ചവ്യാധി അല്ലെ ബ്ലഡിലൂടെയും ബോഡി ഫ്ലൂയിഡ്സിലൂടെയും വരാൻ ചാൻസ് ഉള്ള പകർച്ചവ്യാധികൾ നമുക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അങ്ങനെ പകർച്ചവ്യാധികൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? such as HIV, hepatitis B and C and other blood-borne pathogens. അതായത് HIV പോലുള്ള അസുഖങ്ങൾ ബ്ലഡിലൂടെയോ ബോഡി ഫ്ലൂയിഡ്സിലൂടെയോ പകരുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ്? HIV and hepatitis എന്ന് പറയുന്നത് ബ്ലഡിലൂടെ നമുക്ക് പകരുന്ന ലിവർ രോഗങ്ങളാണോ, ലിവർ ഡിസീസ് ആണ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത്. ആൻഡ് the other blood-borne pathogens അതുപോലെ തന്നെ ബ്ലഡിലൂടെ പകരുന്ന നമ്മുടെ ബോൺ അല്ലെ ഇതുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ വരാനുള്ള ചാൻസ് നമുക്ക് കൂടുതലാണ്. അപ്പോ വരുന്ന ഇൻഫെക്ഷൻസ് എന്താണ്? ബ്ലഡിലൂടെയോ ബോഡി ഫ്ലൂയിഡ്സിലൂടെയോ വരുന്ന സ്പ്രെഡ് ആകുന്ന രോഗങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അത് സ്പില്ലേജ് വേസ്റ്റ് ലീക്കേജിലൂടെ നമുക്ക് വരാൻ ചാൻസ് ഉള്ള രോഗങ്ങൾ എന്തൊക്കെയാണ്? അത് ബ്ലഡിലൂടെയും ബോഡി ഫ്ലൂയിഡ്സിലൂടെയും വരാൻ ചാൻസ് ഉള്ള രോഗങ്ങൾ എന്തൊക്കെയാണ്? such as HIV, hepatitis B and C and other blood-borne pathogens. Okay, pathogens means രോഗകാരികൾ എന്നാണ് കേട്ടോ മീനിങ് വരുന്നത്. അപ്പോൾ health care staff and patients who engage with the polluted items are at risk of getting sick. അതായത് ഹെൽത്ത് കെയർ സ്റ്റാഫോ പേഷ്യൻസോ ഈ പറയുന്ന ബ്ലഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പറയുന്ന ബോഡി ഫ്ലൂയിഡ്സ് ആയിക്കോട്ടെ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും രീതിയിൽ ഒരു എൻഗേജിങ് വന്നാൽ എന്തെങ്കിലും തരത്തിൽ സമ്പർക്കം വന്നാല് നമ്മൾ എന്താണ് മലിനമാകുകയാണ് അല്ലെ പൊല്യൂട്ടഡ് ആകുകയാണ് മലിനമാകുകയാണ്. അതിലൂടെ നമുക്ക് എന്താണ് റിസ്ക് വരാൻ ചാൻസ് എന്ത് റിസ്ക് ആണ്? അസുഖങ്ങൾ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അപ്പോ ഫസ്റ്റ് വൺ എന്താണ്? ഇൻഫെക്ഷൻസ് ആണ്. ഇൻഫെക്ഷൻ വരാൻ വളരെയധികം ചാൻസ് ഉണ്ട്. എന്തിലൂടെയാണ്? ബ്ലഡിലൂടെയും ബോഡി ഫ്ലൂയിഡ്സിലൂടെയും. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ ആണ്. Then chemical exposure ആണ്. Leakage of chemicals can expose healthcare staff and patients. Voice clear അല്ലേ? എന്റെ voice clear ആണോ? Is it clear my voice? Yeah, clear ആണല്ലോ. ഇത് ടീം സെൻസിലെ ക്ലിയർ അല്ലെന്നാണോ പറയുന്നത്? സെൻസി ഒട്ടും ക്ലിയർ അല്ലേ? ഒന്ന് റേഞ്ച് ഒന്ന് ചെക്ക് ചെയ്യോ കേട്ടോ. അല്ലെങ്കിൽ ഒന്ന് ലീവ് ചെയ്തിട്ട് ഒന്നുകൂടി ജോയിൻ ചെയ്ത് നോക്കിയേ. അപ്പോ ഇൻഫെക്ഷൻ അല്ലെ ഫസ്റ്റ് പോയിന്റ് എന്താണ്? നമുക്ക് വരുന്ന ലീക്കേജിലൂടെ നമുക്ക് വരുന്ന അപകടങ്ങൾ എന്താണ്? അല്ലെങ്കിൽ അപകടം ആയിക്കോട്ടെ റിസ്ക് ആയിക്കോട്ടെ ഏതാണ് എന്തൊക്കെയാണ് വരുന്നത്? അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻഫെക്ഷൻസ് ആണ്. ക്ലിയർ ആണ്. Then second one is a chemical exposure ആണ്. അതായത് leakage of chemicals can expose healthcare staff and patients to toxic substances which can lead to skin irritation, respiratory problems or other health issues. ഇപ്പോ നമുക്ക് നമ്മുടെ ഹോസ്പിറ്റൽസില് നമ്മൾ എന്തായാലും കെമിക്കൽസ് യൂസ് ചെയ്യാറുണ്ട് അല്ലെ? അവിടെ ക്ലീൻ ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ടെസ്റ്റിനാണെങ്കിൽ പോലും നമ്മൾ എന്താണ് കെമിക്കൽസ് യൂസ് ചെയ്യാറുണ്ട് അല്ലെ? സോ ആ കെമിക്കൽസ് ലീക്ക് ആയാൽ പോലും നമുക്ക് അതിലൂടെ എന്താണ് ഒരുപാട്
ഹെൽത്ത് കെയർ പ്രോബ്ലംസ്, ഹെൽത്ത് പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട്. അതിപ്പോ സ്റ്റാഫിനായിക്കോട്ടെ പേഷ്യൻസിനായിക്കോട്ടെ അല്ലെ. അങ്ങനെ കെമിക്കൽസിന്റെ ലീക്കേജ് മൂലം വരുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്? സ്കിൻ ഇറിറ്റേഷൻ ആവാം, അതുപോലെ തന്നെ റെസ്പിറേറ്ററി പ്രോബ്ലംസ് ആകാം, ശ്വാസകോശവുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആകാം, ആൻഡ് അതർ ഹെൽത്ത് ഇഷ്യൂസ് ആകാം. സോ കെമിക്കൽ എക്സ്പോഷറിലൂടെ നമുക്ക് വരാൻ ചാൻസ് ഉള്ള അസുഖങ്ങളായിക്കോട്ടെ അല്ലെ. ഇതാണ് സ്കിൻ ഇറിറ്റേഷൻസ് വരാം, റെസ്പിറേറ്ററി മീൻസ് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്, ആൻഡ് ഓർ അതർ ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം വരാൻ ചാൻസ് ഉണ്ട്. അതാണ് ഇത്. സെക്കൻഡ് പോയിന്റ് ഈസ് ഹെൽത്ത് കെമിക്കൽ എക്സ്പോഷർ. ഓക്കെ, ആൻഡ് ദ തേർഡ് പോയിന്റ് ഈസ് ഇൻജുറി. Leakage of sharps can endanger both healthcare staff and patients, increasing the risk of puncture wounds and the possibility of blood-borne pathogens. Injury. എങ്ങനെയാണ് മുറിവുകൾ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്? എങ്ങനെയാണ് മുറിവുകൾ സംഭവിക്കുക? എങ്ങനെയാണ്? നമ്മള് ഓപ്പറേഷൻസ് അല്ലെ, ഓപ്പറേഷൻസ് ചെയ്യുമ്പോൾ നമുക്ക് മൂർച്ചയുള്ള എക്യുപ്മെന്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നത്. ഷാർപ്സ് അല്ലെ, ഷാർപ്പായ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഓപ്പറേഷൻസ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. സോ ആ തരത്തിലുള്ള ഷാർപ്സ് ആയിട്ടുള്ള വേസ്റ്റുകള് ലീക്കേജ് വന്നാൽ, ഓക്കെ, നമ്മളത് പ്രോപ്പറായിട്ട് നമ്മളത് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ, സപ്പോസ് താഴെ വീഴുകയോ അങ്ങനെ ഉണ്ടായി നമ്മുടെ കയ്യിൽ ഗ്ലൗസ് ഒന്നും ധരിച്ചിട്ടില്ല എങ്കിൽ നമ്മളത് കയ്യിലെടുക്കുമ്പോൾ ചിലപ്പോ നമ്മുടെ കൈകളിൽ അതിലൂടെ മുറിവ് വരാൻ ചാൻസ് ഉണ്ട്. പങ്ക്ച്വൽ വൂണ്ട്സ് മീൻസ് കുത്തി തുറന്ന ടൈപ്പിലുള്ള മുറിവുകൾ വരാൻ ചാൻസ് ഉണ്ട്. അതിലൂടെയും എന്താണ് പറയുന്ന ബ്ലഡ് ബോൺ പത്തോജൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പോസിബിലിറ്റി ഓഫ് ബ്ലഡ് ബോൺ പത്തോജൻസ് ബ്ലഡിലൂടെ എല്ലുകളുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വരാനുള്ള ചാൻസ് അതിലൂടെ കൂടുതലാണ്. അപ്പൊ ഈ പറയുന്ന ഷാർപ്പായിട്ടുള്ള ലീക്കേജ് ഓഫ് ഷാർപ്സ് ക്യാൻ എൻഡേഞ്ചർ, അപകടകരമാണ്. ആർക്കാണ്? ഹെൽത്ത് കെയർ സ്റ്റാഫിനും പേഷ്യൻസിനും. ഇൻക്രീസിംഗ് ദ റിസ്ക് ഓഫ് പങ്ക്ചർ വൂണ്ട്സ്, മുറിവുകൾ വളരെ ആഴത്തിലുള്ള കുത്തി തുളയുന്ന പോലത്തെ മുറിവുകൾ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. പ്രോപ്പറായിട്ട് നമ്മളിത് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ, ഇത് പറയുന്ന ഷാർപ്പനിങ് ആയുള്ള കുറച്ച് എക്യുപ്മെന്റ്സ് നമ്മൾ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ അതിലൂടെ നമുക്ക് മുറിവുകൾ സംഭവിക്കാനും ആ മുറിവിലൂടെ നമുക്ക് അസുഖങ്ങൾ പടരാനും നമുക്ക് ആ ഒരു രോഗങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇഞ്ചുറീസ് ആണ് the third point of this hazards with the spillage waste. Okay, and the fourth one, the radiation exposure. Radiation, ഏറ്റവും കൂടുതൽ റേഡിയേഷൻ കിട്ടുന്ന എവിടെയാണ്? ഹോസ്പിറ്റലിൽ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് കൂടുതൽ റേഡിയേഷൻ ഉള്ളത്? അറിയോ? കാർഡിയോളജി, റേഡിയോളജി. ഓക്കെ, അപ്പൊ റേഡിയോളജി ആ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ് കൂടുതലും എന്താണ് റേഡിയേഷൻ എക്സ്പോഷർ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലുള്ളത്. അപ്പൊ ലീക്കേജ് ഓഫ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് can expose the healthcare workers and patients to ionizing radiation, which can cause radiation illness, cancer, or other health issues. അപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള റേഡിയേഷൻ അല്ലെ, ആ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്, റേഡിയോ കിരണങ്ങൾ എക്സ്പോഷൻ വന്നാൽ എക്സ്പോസ് ചെയ്താൽ നമുക്ക് ഈ പറയുന്ന പോലെ ഹെൽത്ത് കെയർ വർക്കേഴ്സിനെയും ഇവ പറയുന്ന പേഷ്യൻസിനെയും ആ പറയുന്ന തരത്തിലുള്ള റേഡിയേഷൻ എടുക്കുമ്പോൾ വരുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്? ക്യാൻസർ മൂലം അല്ലെ, ക്യാൻസറും വരാം, അതുപോലെ തന്നെ പറയുന്ന അത് എല്ലാ തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസും വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ റേഡിയേഷൻ എക്സ്പോഷർ വന്നാലും നമുക്ക് ഈ പറയുന്ന പോലെ സ്റ്റാഫിനാണെങ്കിലും അല്ലെങ്കിൽ പേഷ്യൻസിനാണെങ്കിലും കോവർക്കേഴ്സിനാണെങ്കിലും ഇതേപോലത്തെ അസുഖങ്ങൾ, അതായത് ക്യാൻസർ ആൻഡ് അതർ ഹെൽത്ത് ഇഷ്യൂസ് അല്ലെ, അങ്ങനത്തെ തരത്തിലുള്ള അസുഖങ്ങൾ വരാനുള്ള ചാൻസ് വളരെയധികം കൂടിയാണ്. അപ്പൊ റേഡിയേഷൻ, ദ ലീക്കേജ് ഓഫ് റേഡിയേഷൻ എക്സ്പോഷർ. ഓക്കെ, then the fifth point is environmental pollution. Leakage of dangerous materials can contaminate the environment, including soil, water, and air. This pollution can cause long-term results on human health and the environment. Okay, അതായത് ഇപ്പോ നമുക്ക് വളരെയധികം ഡേഞ്ചർ ആയിട്ടുള്ള മെറ്റീരിയൽസ് ലീക്ക് ആയാൽ ഹോസ്പിറ്റൽസ് യൂസ് ചെയ്യുന്നതും അറിയാലോ, അത്യാവശ്യം ഡേഞ്ചർ ആയിട്ടുള്ള ഐറ്റംസും മെറ്റീരിയൽസും നമ്മൾ ഹോസ്പിറ്റൽസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പൊ എന്ത് തരത്തിലുള്ള കെമിക്കൽസ് ആണെങ്കിലും അതിപ്പോ അല്ലെ
നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പല 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 കാരണങ്ങൾക്കും പല ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുപാട് തരത്തിലുള്ള കെമിക്കൽസും ഹാർംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് നമ്മുടെ ഹോസ്പിറ്റൽസിൽ യൂസ് ചെയ്യാറുണ്ട്. സോ അത്തരത്തിലുള്ള കെമിക്കൽസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡേഞ്ചറസ് മെറ്റീരിയൽസ് ലീക്കായാൽ എന്താ പറ്റാ? കണ്ടാമിനേറ്റ് ദ എൻവയോൺമെന്റ്. കണ്ടാമിനേറ്റ് മീൻസ് മലിനമാക്കുക അല്ലെ? നമ്മുടെ പ്രകൃതിയെ തന്നെ വളരെയധികം മലിനമാക്കുകയും എന്തിനൊക്കെയാണ് കൂടുതൽ പ്രകൃതിയെ മലിനമാക്കുന്നു? ഓക്കെ, ഇൻക്ലൂഡിങ് സോയിൽ, വാട്ടർ ആൻഡ് എയർ. നമ്മുടെ ഭൂമിയെയും മണ്ണിനെയും ജലത്തെയും വായുവിനെയും അല്ലെ? വായുമലിനീകരണം ആയിക്കോട്ടെ, ജലമലിനീകരണം അല്ലെ? ഇതെല്ലാം അതിനകത്താണ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ ഹോസ്പിറ്റൽസിൽ നിന്ന് വരുന്ന എന്തെങ്കിലും തരത്തിലുള്ള വേസ്റ്റ് ആയിക്കോട്ടെ പുറന്തള്ളപ്പെടുമ്പോൾ എന്തൊക്കെ പറ്റും? നല്ല രീതിയിൽ ഡിസ്പോസ് ചെയ്തില്ല എങ്കിൽ നമ്മളത് വെറുതെ അനാവശ്യമായിട്ട് പുറന്തള്ളുകയാണെങ്കിൽ അതിലൂടെ പറയുന്ന എൻവയോൺമെന്റ് അല്ലെ? എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആകുകയും അതിലൂടെ തന്നെ നമ്മുടെ മണ്ണ് മലിനീകരണം ആയിക്കോട്ടെ, വാട്ടർ ആണെങ്കിലും എയർ ആണെങ്കിലും എല്ലാം പൊല്യൂട്ടഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ചാൻസ് കൂടുതലാണ്. അതിലൂടെ നമുക്ക് എന്താണ് നമ്മുടെ ഹ്യൂമൻ ഹെൽത്ത് ആയിക്കോട്ടെ, എൻവയോൺമെന്റ് ആയിക്കോട്ടെ, so cause result of health and environment is to be polluted. അല്ലെ? ഇത് നമ്മുടെ ഹെൽത്തിനായിക്കോട്ടെ, മനുഷ്യന്മാരുടെ ഹെൽത്തിനായിക്കോട്ടെ, എൻവയോൺമെന്റ് ആയിക്കോട്ടെ, അത് പൊല്യൂഷൻ ആകാനും മലിനമാകാനും വളരെയധികം ചാൻസ് ആണ്. വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം കൂടിയാണ് കേട്ടോ. അല്ലെ? അപ്പൊ പ്രോപ്പർ ആയിട്ട് പറയുന്ന വേസ്റ്റ് നമ്മൾ മാനേജ് ചെയ്യാം, പ്രോപ്പർ ആയിട്ട് ഡിസ്കാർഡ് ചെയ്യാം. ഇതെല്ലാം ചെയ്തില്ലെങ്കിൽ എൻവയോൺമെന്റിൽ അത് വളരെയധികം ഹാർംഫുൾ ആയിട്ട് എഫക്ട് ചെയ്യാനും പൊല്യൂഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തിനെയും ഹ്യൂമൻ ഹെൽത്തിനെയും അത് വളരെയധികം മോശമായിട്ട് തന്നെ ബാധിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഓക്കെ, ക്ലിയർ? Then the last point is the sixth one is legal and financial responsibility. Inappropriate handling and disposal of leakage waste may cause legal and financial liability for hospitals and healthcare organization. അതായത് നമ്മൾ പ്രോപ്പർ ആയിട്ട് അല്ലെ, ഈ പ്രോപ്പർ ആയിട്ട് വേസ്റ്റ് മാനേജ് ചെയ്തില്ല, ഡിസ്കാർഡ് ചെയ്തില്ലെങ്കിൽ എന്താണ് ഹോസ്പിറ്റൽസിനെ അത് ലീഗലി ആണെങ്കിലും ഫിനാൻഷ്യലി ആയിട്ടും അത് എഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് അല്ലെ? ആ ഒരു റെസ്പോൺസിബിലിറ്റി ഹോസ്പിറ്റലിലാണെങ്കിലും വളരെയധികം ഒരു ചുമതലയുള്ള ഒരു ഇമ്പോർട്ടന്റ് മാറ്റർ ആണെന്ന് പറയാം. മീൻസ് അത് ഈ പറയുന്ന വേസ്റ്റ് ഇത്തരത്തിലുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റ് അല്ലെ? അതിപ്പോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇപ്പൊ എങ്ങനെയും മനുഷ്യനിലൂടെയാണെങ്കിലും അല്ലെങ്കിൽ പ്രകൃതിയിലാണെങ്കിലും വളരെയധികം ബാധിക്കുന്ന തരത്തിലുള്ള ഇത്ര തരത്തിലുള്ള വേസ്റ്റുകൾ പ്രോപ്പർ ആയിട്ട് ഡിസ്കാർഡ് ചെയ്തില്ലെങ്കിൽ അത് ലീഗലി ആയിക്കോട്ടെ, നിയമപരമായും സാമ്പത്തികപരമായും അത് ഹോസ്പിറ്റൽസിനെയും ഈ പറയുന്ന ഹെൽത്ത് കെയർ ഓർഗനൈസേഷനെയും എന്താണ് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. ശരിയല്ലേ? ഇൻഅപ്രോപ്രിയേറ്റ് ഹാൻഡിങ് ആൻഡ് ഡിസ്പോസൽ അല്ലെ? അത് നല്ല പ്രോപ്പർ ആയിട്ട് അല്ലാത്ത രീതിയിൽ ഹാൻഡിലിംഗ് ചെയ്യുന്നതും ഡിസ്പോസൽ ചെയ്യുന്നതും എന്ത് അല്ലെ? ലീക്കേജ് വേസ്റ്റ് അല്ലെ? ലീക്കേജ് വേസ്റ്റ് പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യാത്തതും ഡിസ്പോസ് ചെയ്യാത്തതും മേക്കോസ് എന്താണ് സംഭവിക്കാം അല്ലെ? എങ്ങനെയാണ് ലീഗലി ആയിട്ടും ഫിനാൻഷ്യൽ ആയിട്ടും ഹോസ്പിറ്റൽസിനെയും ഹെൽത്ത് കെയർ അസോസിയേഷനെയും അത് ബാധിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ചിലപ്പോൾ അവർക്ക് അത് പിഴയായിട്ടും അല്ലെ, എമൗണ്ട് പിഴയായിട്ടും അല്ലാതെ തന്നെ നിയമപരമായ ഒരു കുറ്റകൃത്യം കൂടെയാണ് അവരുടെ വേസ്റ്റ് പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യാത്തത് ഒരു എന്താണ് നിയമപരമായി വളരെ തെറ്റും കൂടിയാണ്. കാരണം ഇത്രയും ഹാർംഫുൾ ആയിട്ടുള്ള ലീക്കേജ് വേസ്റ്റ് പ്രോപ്പർ ആയിട്ട് പറയുന്ന ഹോസ്പിറ്റൽസ് ആയിക്കോട്ടെ, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് ആയിക്കോട്ടെ മാനേജ് ചെയ്തില്ല എങ്കിൽ അവരോട് നിയമപരമായിട്ട് തന്നെ നമുക്ക് നിയമപരമായിട്ട് നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാനും പറയുന്ന പോലെ സാമ്പത്തികമായ വളരെ രീതിയിലുള്ള ഈ പറയുന്ന നമുക്ക് നഷ്ടങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് വരുത്തി തീർക്കാനുള്ള ചാൻസ് നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. കാരണം അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റുകളാണ്. അത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യേണ്ടതും ഡിസ്പോസ് ചെയ്യേണ്ടതും ആ പറയുന്ന ഹോസ്പിറ്റൽസിന്റെയും ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെയും റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, so these are the 6 points of the risks and hazards of spillage waste management. Is it clear or not? Do you have any doubts about that? Do you have any questions? No? All clear?
ഓക്കെ, മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ ആയോ? എന്ത് സ്പീഡ് ഉണ്ടായിരുന്നില്ലല്ലോ, വളരെയധികം സ്ലോവിലാണല്ലോ പോയത് അല്ലെ? സ്പീഡ് ഉണ്ടായത് ഞാൻ അറിയുന്നുണ്ട്, എനിക്ക് ഇതിന്റെ സ്പീഡ് കൂടുതലാണ് എന്നൊക്കെ പറയുന്നത് ഞാൻ അറിയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് നേരിട്ട് പറഞ്ഞൂടെ? എന്തിനാണ് നേരിട്ട് പറയാലോ എന്നോട് അല്ലെ? നിങ്ങൾക്ക് എന്തും നേരിട്ട് പറയാട്ടോ എന്നോട്, എന്തും പറയാം. ഞാൻ എടുക്കുന്നത് മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാവുന്നില്ല മിസ് എന്ന് പറഞ്ഞോ. ഓക്കെ, സ്പീഡ് കൂടുന്നുണ്ട്, ബോറിംഗ് ആണെങ്കിൽ നേരിട്ട് പറഞ്ഞോ മിസ് ബോറിംഗ് ആണ്. ഓക്കെ, അപ്പോ ഇനി ഡൗട്ട്സ് എന്തെങ്കിലും? ഇന്നത്തെ ക്ലാസ് ഓക്കെ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചു നോക്കാം കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് ഇന്ന പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, കാരണം വായിച്ചു നോക്കിയാൽ കിട്ടാവുന്നതേ ഉള്ളൂ അല്ലെ? എളുപ്പമല്ലേ? ഇപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, എന്തിലൂടെ ഏതൊക്കെ തരത്തിലുള്ള വേസ്റ്റുകളാണ് ഹോസ്പിറ്റൽസിൽ വരുന്നത്? പറയൂ, ഏതൊക്കെ തരത്തിലുള്ള വേസ്റ്റസ് ആണ്? പറയൂ, which types of waste in hospital fields we found? Yeah, kind of garbage like blood, then body fluid and other chemical materials or substances. Yes. So ഈ തരത്തിലുള്ള വേസ്റ്റുകളാണ് നമ്മുടെ ഹോസ്പിറ്റൽസിൽ വേസ്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, നമ്മൾ അതിലേക്ക് എങ്ങനെയാണ് ഏറ്റവും കൂടുതൽ റിസ്ക് എന്താണ്? എന്തൊക്കെയാണ് റിസ്ക്? എന്തൊക്കെയാണ് നമ്മുടെ കോമൺ സെൻസ് വെച്ച് ഒന്ന് ചിന്തിച്ചു നോക്കി, എന്തൊക്കെ തരത്തിലുള്ള റിസ്ക് നമ്മൾ അതിലൂടെ വരുന്നുണ്ട്? വേസ്റ്റ് ലീക്ക് തന്നാൽ എന്തൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് നമുക്ക് വരാം? ആസ് എ പേഴ്സൺ അല്ലെങ്കിൽ ആസ് എ പേഷ്യന്റ് അല്ലെങ്കിൽ ആസ് എ ഹ്യൂമൻ ബീയിങ് നമ്മൾ എന്തൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും? Yeah, the first one is infection, chemical exposure, injury, yes, and okay, ക്യാൻസർ വരാൻ ചാൻസ്. ക്യാൻസർ എന്തിലൂടെയാണ്? റേഡിയോ അല്ല, എന്താണ് അതെന്താണ് പറയും? ക്യാൻസർ, റേഡിയേഷൻ എക്സ്പോഷർ. ഓക്കെ, റേഡിയേഷൻ എക്സ്പോഷറിലൂടെയാണ് നമുക്ക് ക്യാൻസർ വരാം. ദെൻ പിന്നെ എന്തൊക്കെയാണ് വരാനുള്ളത്? എൻവിറോൺമെന്റൽ പൊല്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ദെൻ പിന്നെന്താണ്? And last one is legal and financial responsibility. Yeah, ഇത്രയേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? പഠിച്ചു. ഇത്രയേ ഉള്ളൂ കേട്ടോ. നന്നായി ടെക്സ്റ്റ് വായിക്കാവേ. ടെക്സ്റ്റ് വായിച്ചു കഴിഞ്ഞാല് കിട്ടാവുന്നേ ഉള്ളൂ. വളരെയധികം വളരെ ചെറിയ ചാപ്റ്റർ ആണ്. പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. നമ്മള് ഇപ്പൊ പറയുന്ന എല്ലാ മെത്തേഡ്സും ഒരേപോലെ തന്നെയാണ് അതിൽ ഡിസ്പോസ് ചെയ്യുന്നതും. ചാപ്റ്റർ നമുക്ക് അതിന്റെ ലെങ്ത് കാണുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. കണ്ടന്റ് വളരെ ചെറുതാണ്. കണ്ടന്റ് എല്ലാം സെയിം കണ്ടന്റ് ആണ്. സോ മനസ്സിലാക്കി പഠിച്ച ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. ശ്രദ്ധിച്ചിരിക്കുക, മാക്സിമം ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, so we're moving on to the next portion. Next point is the source of leakage waste in hospital. Okay, എന്തൊക്കെ അല്ലെ ഈ പറയുന്ന വേസ്റ്റ് വരാനുള്ള സ്രോതസ്സുകൾ എന്തൊക്കെയാണ്? സോഴ്സ് എന്തൊക്കെയാണ്? Leakage waste can come from several sources in hospital. പറയുന്ന വേസ്റ്റ് വരാൻ ചാൻസ് ഉള്ളത് ഏതൊക്കെ സോഴ്സിലൂടെയാണ്? കുറച്ച് സോഴ്സിലൂടെ ഈ പറയുന്ന വേസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട് in hospitals. Here are some examples of possible sources of leakage waste in hospitals. ഏതൊക്കെ സോഴ്സസ് ആണ് വേസ്റ്റ് ലീക്കേജ് വരാൻ കാരണം അല്ലെ? സോഴ്സ് ഏതൊക്കെയാണ്? മെഡിക്കൽ പ്രൊസീജിയർ അല്ലെ? മെഡിക്കൽ പ്രൊസീജിയേഴ്സിലൂടെ വേസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. During surgeries, blood transfusions and dialysis, there is a risk of leakage of blood and body fluids. ഈ പറയുന്ന സർജറീസിലൂടെയോ നമുക്ക് ബ്ലഡ് മാറ്റേണ്ട ആവശ്യം വരുന്ന ചില രോഗങ്ങളുണ്ട് അല്ലെ? അപ്പൊ അതിലൂടെയും നമുക്ക് എന്താണ് ഈ പറയുന്ന ലീക്കേജ് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഡയാലിസിസ് ആയിക്കോട്ടെ, ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന അല്ലെ, ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതിലൂടെയും സർജറി പ്രൊസീജിയർ ചലവിലും എന്താണ് ഈ പറയുന്ന ബ്ലഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് ആയിക്കോട്ടെ ലീക്ക് ആകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലുണ്ട്. ഓക്കെ, ക്ലിയർ? ജസ്റ്റ്
ഓക്കെ. അപ്പോ ഈ മെഡിക്കൽ പ്രൊസീജിയേഴ്സിലൂടെ നമുക്ക് ഈ പറയുന്ന വേസ്റ്റ് അല്ലെ, ഈ പറയുന്ന ബ്ലഡ് ആയിട്ടോ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് ആയിട്ടോ എന്തെങ്കിലും വേസ്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്, ലീക്കേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഓപ്പറേഷൻ സമയത്ത് അല്ലെങ്കിൽ സർജറി ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനുഷ്യർ ആ പേഷ്യൻസിലൂടെ പേഷ്യൻസ് എന്തെങ്കിലും തരത്തിലുള്ള എന്ത് പറ്റി ധൻസി, ഇമോജി മാറിപ്പോയതാണ് അല്ലെങ്കിൽ അറിയാതെ പോയതാണ്? പോയോ? ഓക്കെ. നെറ്റ്വർക്ക് ഓക്കെയാണ്, ബട്ട് വീഡിയോ ആൻഡ് ഓഡിയോ സ്റ്റക്ക് ആവുന്നു. ഓക്കെ ധൻസി, എനിക്ക് തോന്നുന്നു റേഞ്ച് ഇഷ്യൂ ഉണ്ടാവും കേട്ടോ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. മിക്കവാറും അതായിരിക്കും. ഇവിടെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ബാക്കി എല്ലാവർക്കും ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ക്ലിയർ അറിയാലോ, മനസ്സിലാവുന്നില്ലേ? കാണല്ലോ ഓഡിയോ ആൻഡ് വീഡിയോ. അപ്പൊ ധൻസി അവിടുത്തെ പ്രോബ്ലം ആണ് കേട്ടോ, ചെക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ. ഇനി ക്ലാസ് ഓക്കെ അല്ലെങ്കിൽ റെക്കോ ക്ലാസ് കാണും കേട്ടോ, മറക്കരുതേ, ഫോളോ ചെയ്യാം. ഓക്കെ. അപ്പോ മെഡിക്കൽ പ്രൊസീജിയേഴ്സിലൂടെ ലീക്കേജ് വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ സർജറി ചെയ്യുന്ന സമയത്ത് ബ്ലഡ് ആയിട്ടോ അല്ലെങ്കിൽ പേഷ്യൻസിന് ബോഡി ഫ്ലൂയിഡ്സ് ഏതൊക്കെയുള്ള ബോഡി ഫ്ലൂയിഡ്സ് ആകാം അല്ലെ, അതും എന്താണ് ലീക്ക് ആകാനുള്ള ചാൻസസ് ഉണ്ട്. തറയിലോ അല്ലെങ്കിൽ ചെയ്യുന്ന സ്റ്റാഫിന്റെ ദേഹത്തോ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതിലൂടെയും എന്താണ് ലീക്കേജ് ആണ് സംഭവിക്കുന്നത്. ശരിയല്ലേ? ലീക്കേജ് ആണ് സംഭവിക്കുന്നത്. പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ ഇത് ഇപ്പൊ നമ്മുടെ അവിടെ നിൽക്കുന്ന സ്റ്റാഫിന്റെയോ അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെയോ ദേഹത്ത് ആയാൽ പോലും അത് ലീക്കേജ് ആണ്. സോ അങ്ങനെ ലീക്കേജ് വരാനുള്ള ചാൻസും കൂടി ഉണ്ട്. അപ്പൊ അതിലൂടെയും ലീക്കേജ് വരാം അല്ലെ. അപ്പൊ the first point is medical procedure and the second one is laboratory testing. Hospitals carry out different laboratory tests on blood, urine and other body fluids. These tests can consist of the use of chemicals and reagents and other dangerous materials. അതായത് ഇപ്പൊ ഹോസ്പിറ്റൽസ് ലാബ് ഉണ്ടാവുമല്ലോ അല്ലെ. ഈ ലാബ് എന്തിനാണ്? നമ്മൾ ബ്ലഡ് ആയിക്കോട്ടെ യൂറിൻ ആയിക്കോട്ടെ അല്ലെ, അത് ബോഡി ഫ്ലൂയിഡ്സ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് ലാബ് എന്ന് പറയുന്നത്. സോ ഈ ലാബിലും പറയുന്ന, ഞാൻ പറഞ്ഞു അല്ലെ, ലാബിൽ ടെസ്റ്റ് ചെയ്യുന്നത് ഈ പറയുന്ന ബ്ലഡ് ആണെങ്കിൽ ഡയറക്ട്ലി ആണ് ടെസ്റ്റ് ചെയ്യുന്നത്, അല്ല ഈ പറയുന്ന കെമിക്കൽ ഏജൻസി യൂസ് ചെയ്തിട്ടാണ് അവർ ടെസ്റ്റ് നടത്തുന്നത്. അങ്ങനെയാണ് കുറച്ചുകൂടി വിസിബിൾ ആവുക. എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട് എന്ന് അവർക്ക് ടെസ്റ്റിലൂടെ കറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ആ ഒരു കെമിക്കൽസ് യൂസ് ചെയ്യുമ്പോഴാണ്, കെമിക്കൽസ് ഏജൻസ് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ടെസ്റ്റ് റിസൾട്ട് കിട്ടുക അല്ലെ. അല്ലാതെ ബ്ലഡ് ചുമ്മാ അവരിട്ട് കഴിഞ്ഞാല് അറിയാൻ പറ്റില്ല അല്ലെ, കെമിക്കൽസ് ആഡ് ചെയ്യേണ്ടി വരും. സോ അതിലൂടെയും അല്ലെ, ഇപ്പൊ ആ ലാബില് പറയുന്ന ബ്ലഡ് ആയിട്ടോ അല്ലെങ്കിൽ ഇപ്പൊ യൂറിൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ പറയുന്ന ബോഡി ഫ്ലൂയിഡ്സ് ആയിക്കോട്ടെ, അതും ലീക്ക് ആവാൻ താഴെ വീഴുകയോ അവരുടെ ദേഹത്ത് വരികയോ ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോ ഇതും ലീക്ക് ആകും. അതുപോലെ തന്നെ ഈ കെമിക്കൽസ് അവർ യൂസ് ചെയ്യുന്ന കെമിക്കൽസ് ഏജൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡേഞ്ചറസ് മെറ്റീരിയൽസ് ആയിക്കോട്ടെ, അതും ലീക്ക് ആകാനുള്ള ചാൻസ് ഉണ്ട്. മനസ്സിലായോ? അപ്പോ താഴെ വീഴാനോ അല്ലെങ്കിൽ തെറിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ദേഹത്താകാനോ ചാൻസ് ഉണ്ട്. അപ്പൊ അതിലൂടെയും പറയുന്ന വേസ്റ്റ് ലീക്കേജ് സംഭവിക്കാം. സോ ദാറ്റ് ഈസ് ദ സെക്കൻഡ് പോയിന്റ്, ഈസ് ലബോറട്ടറി ടെസ്റ്റിംഗ്. ക്ലിയർ? അപ്പൊ ഈ രണ്ട് പോയിന്റ്സ് ഓക്കെയാണ്, ക്ലിയർ ആണ്? ഓക്കെ. And the third one is patient care. Patient അല്ലെ, നമ്മൾ പേഷ്യൻസിനെ കെയർ ചെയ്യുന്ന ടൈം in the course of patient care activities such as changing bed lines, clearing bed pans or helping with the patient personal cleanliness, there is a risk of leakage of body fluids and other materials. For hospital admit ആയ പേഷ്യൻസ് നമ്മൾ കെയർ ചെയ്യണം. As a hospital staff or nurse should care their patients in patients ആണ് കേട്ടോ. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ പേഷ്യൻസിനെ കെയർ ചെയ്യേണ്ടത് പറയുന്ന സ്റ്റാഫ്സും അല്ലെങ്കിൽ നേഴ്സസും ആണ്. സോ അത് ചെയ്യുന്ന അവരെ കെയർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അവര് പേഴ്സണൽ ആയിട്ട് ചിലപ്പോൾ അവരെ നമ്മൾ ക്ലീൻ ചെയ്യേണ്ടി വരും. ദേഹം തുടച്ചു കൊടുക്കുക, അവർക്ക് മരുന്ന് ചെയ്ത് കൊടുക്കുക, അതൊക്കെ ചെയ്യേണ്ടി വരും അല്ലെ. അപ്പോ ആ സമയത്ത് അവരുടെ ദേഹത്ത് നിന്ന് അത് പേഷ്യൻസിന്റെ ദേഹത്ത് നിന്ന് ചിലപ്പോ അവരുടെ ബോഡി ഫ്ലൂയിഡ്സോ അതർ മെറ്റീരിയൽസോ ഇത് പറയുന്ന സ്റ്റാഫ്സിന്റെ ദേഹത്തേക്ക് വരാനും അല്ലെങ്കിൽ അവിടെ താഴെ വീഴാനും അല്ലെങ്കിൽ ബെഡിലാകാനും ഒക്കെ ചാൻസ് ഉണ്ട്. ഇപ്പൊ ബെഡ് മാറ്റുന്ന സമയത്താണെങ്കിലും ആ ബെഡിൽ ഉണ്ടാകുന്ന കെമിക്കൽസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് ആയിക്കോട്ടെ, അത് ബെഡ് ചേഞ്ച് ചെയ്യുന്ന സ്റ്റാഫിലേക്ക്
വരാനും ചാൻസ് ഉണ്ട്. സോ അത്തരത്തിലും ലീക്കേജ് സംഭവിക്കാം. മനസ്സിലായോ? ക്ലിയർ? അപ്പൊ പേഷ്യൻസിനെ കെയർ ചെയ്യുന്ന വഴിയും ലീക്കേജ് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. Then the fourth one, handling and disposal medical waste. Handling and disposal of medical waste. അപ്പോ ഈ നമ്മുടെ മെഡിക്കൽ വേസ്റ്റിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഡിസ്പോസ് ചെയ്യുമ്പോൾ ആ ടൈമിൽ ലീക്ക് ആകാം. എങ്ങനെയാണെന്ന് നോക്കാം. Hospitals create many medical waste which can consist of sharps, contaminated dressings and other dangerous materials. Improper handling and disposal of medical waste can cause leakage. അതായത് ഹോസ്പിറ്റൽസിൽ വരുന്ന കുറച്ച് മെഡിക്കൽ വേസ്റ്റ് ഉണ്ടാവുമല്ലോ അല്ലെ. ഇപ്പൊ സർജറി കഴിഞ്ഞ ശേഷം വരുന്ന ഈ ഷാർപ്സ് എന്താണ്? മൂർച്ചയുള്ള എക്യുപ്മെന്റ്സിനാണ് ഷാർപ്സ് എന്ന് പറയുന്നത്. ഷാർപ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ഡ്രസ്സിങ്സ് ആയിക്കോട്ടെ, ഡ്രസ്സിങ്ങിന് ശേഷം അല്ലെ, ഡ്രസ്സിങ് നമുക്ക് നമ്മുടെ എന്തെങ്കിലും മുറിവ് വെച്ചപ്പോൾ നമ്മൾ ഡ്രസ് ചെയ്യില്ലേ, സോ അത് അഴിച്ചു മാറ്റിയ ഡ്രസ്സിങ്സ് ആണെങ്കിൽ കണ്ടാമിനേറ്റഡ് മീൻസ് മലിനമായ ഡ്രസ്സിങ്സ് അല്ലെ, മലിനമാകപ്പെട്ട ഡ്രസ്സിങ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതർ ഡേഞ്ചറസ് മെറ്റീരിയൽസ് ആയിക്കോട്ടെ, ഇത് നമ്മൾ ഡിസ്പോസ് ചെയ്യാൻ കൊണ്ടുപോകുന്ന ആ ഒരു ടൈമാണ് അല്ലെ. അത് കൊണ്ടുപോകാൻ നമുക്ക് ഡിസ്പോസ് ചെയ്യണമല്ലോ. അപ്പൊ ആ ഡിസ്പോസ് ചെയ്യാൻ കൊണ്ടുപോകുന്ന ടൈമിൽ, അത് ഹാൻഡിൽ ചെയ്യുന്ന ടൈമില് ലീക്കേജ് വരാൻ ചാൻസ്. അതും ചിലപ്പോ എന്താണ് ഈ പറയുന്ന പോലെ ദേഹത്ത് വഴിയോ അല്ലെ, നമുക്ക് ആ ഒരു കണക്ഷൻ ഇപ്പോ നമ്മുടെ ദേഹത്ത് മുട്ടിയോ അല്ലെങ്കിൽ താഴെ ഇടണോ അവിടെയും ലീക്കേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യുക, പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുക, കൊണ്ടുപോകുന്ന വഴിയും ലീക്കേജ് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് വൺ, മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ ഓഫ് മെഡിക്കൽ എക്യുപ്മെന്റ്. Hospitals use different kind of complex medical equipment and devices which need regular maintenance and repair. The use of dangerous material in these activities can cause leakage. അതായത് നമ്മുടെ ഹോസ്പിറ്റലില് പലതരത്തിലുള്ള എക്യുപ്മെന്റ്സ് ഉണ്ടാക്കും, മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഉണ്ടാക്കും. സോ അതിൽ എന്തെങ്കിലും കംപ്ലൈൻസ് വരാണെങ്കിൽ, അത് റിപ്പയർ ചെയ്യേണ്ട ഒരു സാഹചര്യം വരാണെങ്കിൽ, നമ്മൾ അത് റിപ്പയർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് കെമിക്കൽസ് ആയിരിക്കും. കെമിക്കൽസ് ഏജന്റ് വെച്ചിട്ടായിരിക്കും നമ്മളത് റിപ്പയർ ചെയ്യുക. സോ ആ കെമിക്കൽ ഏജന്റ്സ് ചിലപ്പോ അവിടെ താഴെ വീഴാനോ അതിലൂടെ ലീക്കേജ് വരാനും ചാൻസ് ഉണ്ട്. അപ്പോ പറയുന്ന മെഡിക്കൽ എക്യുപ്മെന്റ്സിന്റെ മെയിൻ്റെനൻസും റിപ്പയർ ചെയ്യുന്ന വഴി എന്തെങ്കിലും തരത്തിലുള്ള യൂസ് ഓഫ് ഡേഞ്ചറസ് മെറ്റീരിയൽസ് അല്ലെ, ഈ ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന മെഡിക്കൽ ഡേഞ്ചറസ് മെറ്റീരിയൽസ് ലീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ അതിലൂടെയും ഈ ലീക്കേജ് സംഭവിക്കാം. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ. And the last point is spills in the course of transport. In the course of transporting medical waste and laboratory samples and other dangerous materials within the hospital or into an off-site facility, there is a risk of leakage. അതായത് ഈ പറയുന്ന വേസ്റ്റ് അല്ലെ, പറയുന്ന സ്പിൽ വേസ്റ്റുകള് കൊണ്ടുപോകുന്ന ടൈമിൽ, ട്രാൻസ്പോർട്ട് കൊണ്ടുപോകുന്ന ടൈമിൽ, അതിപ്പോ മെഡിക്കൽ വേസ്റ്റ് ആയിക്കോട്ടെ, ലാബ് സാമ്പിൾസ് ആയിക്കോട്ടെ, അതർ എന്തെങ്കിലും മെറ്റീരിയൽസ് ആയിക്കോട്ടെ, ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്തും ലീക്കേജ് വരാൻ ചാൻസ് ഉണ്ട് അല്ലെ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന സമയത്ത് ലീക്കേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ ഏതൊക്കെ രീതിയിലാണ്, ഏതൊക്കെ സോഴ്സിലൂടെയാണ്, ഏതൊക്കെ സോഴ്സ് ത്രൂ ആണ് ഈ പറയുന്ന വേസ്റ്റ് ലീക്കേജ് ഉണ്ടാകുന്നത്? ഏതൊക്കെയാണ് എന്ന് പറഞ്ഞു നോക്കി, ജസ്റ്റ് പോയിന്റ്സ് ഒന്ന് പറഞ്ഞു നോക്കി. ഏതൊക്കെ സോഴ്സ് ത്രൂ ആണ് നമുക്ക് ഈ പറയുന്ന ഹോസ്പിറ്റൽസിലെ വേസ്റ്റ് ലീക്കേജ് വരുന്നത്? ഫാർമസി, കെമിക്കൽ exposure, injury, radiation exposure, environmental pollution, legal and financial responsibility. Okay. ഹരിത, ഇത്രയും നേരം എവിടെയായിരുന്നു? സത്യം പറഞ്ഞു. ഹലോ, എന്താ മാം? ഇത്രയും നേരം എവിടെയായിരുന്നു? മാം ഇടയ്ക്ക് നെറ്റ് കംപ്ലൈന്റ് ആയിരുന്നു, സ്ക്രീൻ ഒന്നും കാണാൻ വയ്യായിരുന്നു മാം. ഓക്കെ, കാരണം ഞാൻ അത് ആ പോർഷൻ എടുത്ത് കഴിഞ്ഞു, സെക്കൻഡ് പോർഷൻ എടുത്തു, അതാണ് ഞാൻ ചോദിച്ചത് കേട്ടോ. പക്ഷെ ഹരിത പറഞ്ഞ ആദ്യം എടുത്ത പോർഷനെ കുറിച്ചാണ്.
ഓക്കെ, ഞാൻ അതാണ് ചോദിച്ചേട്ടോ. നെറ്റ് ഇതായതുകൊണ്ട് ഒന്നും സ്ക്രീൻ ഒന്നും കാണുന്നില്ല, PDF ഒന്നും കാണാൻ പറ്റുന്നില്ല, സൗണ്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ റെക്കോ ക്ലാസ് കാണണേ, നമ്മൾ പോർഷൻ എടുത്തു, കേട്ടിട്ടില്ല. ഓക്കെ, അപ്പോ ലീക്കേജ് വരുന്ന സോഴ്സ് ഏതൊക്കെയാണ്? മെഡിക്കൽ പ്രൊസീജിയേഴ്സിലൂടെ നമുക്ക് ലീക്കേജ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ലബോറട്ടറി ടെസ്റ്റിംഗ്, ടെസ്റ്റ് ചെയ്യുന്നത് കറക്റ്റ് ആണ്. ലബോറട്ടറി ലാബ് ടെസ്റ്റിംഗ് ആൻഡ് പേഷ്യന്റ് കെയർ, handling and disposal, medical waste, then maintenance and repairing medical equipment, and through spills in the course of transport. So these are the 6 points of leakage sources in hospitals. Yeah, spills in the course of transport. Clear ആണല്ലോ? 3 portions മനസ്സിലായോ? Yeah, വളരെയധികം സിമ്പിൾ അല്ലേ? വേസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ? ഹോസ്പിറ്റൽസിൽ വരുന്ന വേസ്റ്റിനെ കുറിച്ചും അതിലൂടെ വരുന്ന റിസ്കും പറയുന്ന പോലെ ഹസാർഡ്സിനെ കുറിച്ചും ഏതൊക്കെ വഴിയാണ് ഈ പറയുന്ന ലീക്കേജ് ഉണ്ടാവുന്നത്, അപ്പൊ അതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് ക്ലാസ് എടുത്തത്. എല്ലാവരും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു അല്ലെ? നന്നായിട്ട് ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഒരു പേജ് ആണ് കംപ്ലീറ്റ് ചെയ്യാം. ടൈപ്സ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽ, ഏതൊക്കെ തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റ് ആണ് ഹോസ്പിറ്റലിൽ ഉള്ളത് അതിന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ലീക്കേജ് വേസ്റ്റ് ഇൻ ഹോസ്പിറ്റൽസ് ക്യാൻ ബി ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ആൻഡ് ഈച്ച് ടൈപ്പ് നീഡ്സ് സ്പെസിഫിക് ഹാൻഡ്ലിംഗ് ആൻഡ് ഡിസ്പോസൽ പ്രൊസീജിയർ. അതായത് ഹോസ്പിറ്റൽസിൽ വരുന്ന സ്പില്ലേജ് വേസ്റ്റ് ഏതൊക്കെയാണെന്നും അതിനെ നമ്മൾ ഓരോന്നിനെയും ഓരോ രീതിയിലാണ് ഹാൻഡിൽ ചെയ്യേണ്ടതും ഡിസ്പോസ് ചെയ്യേണ്ടതും. ഓക്കെ, പ്രൊസീജിയേഴ്സ് ഡിഫറൻസ് ആണ്. അപ്പൊ അത് എങ്ങനെയൊക്കെയാണെന്നാണ് നെക്സ്റ്റ് പറയുന്നത് കേട്ടോ. അപ്പൊ ഏതൊക്കെ തരത്തിലുള്ള സ്പില്ലേജ് വേസ്റ്റ് ആണ് ഹോസ്പിറ്റൽസിൽ വരുന്നത്? ബ്ലഡ് ആൻഡ് ഫ്ലൂയിഡ്സ്, കെമിക്കൽ, ഷാപ്സ്, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ്, ഓർഗാനിക് മെറ്റീരിയൽസ്. Hospital utilize organic materials for research or diagnostic purpose. Example, microorganisms like bacteria, virus. അപ്പോ ഇത്രയും വേസ്റ്റുകളാണ്, ഇത്രയും സ്പില്ലേജ് വേസ്റ്റ് ആണ് ഹോസ്പിറ്റൽസിൽ വരുന്നത്. ഏതൊക്കെയാണ്? ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്, കെമിക്കൽ, ഷാപ്സ്, റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ആൻഡ് ഓർഗാനിക് മെറ്റീരിയൽസ്. അപ്പൊ ഇതൊക്കെയാണ് ഇത് ഹോസ്പിറ്റൽസിൽ വരുന്ന സ്പില്ലേജ് വേസ്റ്റ്. ഇനി ഈ സ്പില്ലേജ് വേസ്റ്റിനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെയൊക്കെ ഡിസ്പോസ് ചെയ്യണം എന്നാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നുണ്ടോ. ഓക്കെ, ക്ലിയർ ആയോ? Other dangerous materials. Okay, the second last one. Other dangerous materials. Yeah, clear. Hospitals may utilize other dangerous materials such as mercury used in medical equipment. Three different types of spillage waste in hospital. So these are the waste: blood and fluids, chemicals, shrubs, radioactive materials, organic materials, and other dangerous materials. These are the waste in the hospitals. Clear ആണ്? മനസ്സിലായോ? സ്പീഡ് ഉണ്ടായിരുന്നോ? ക്ലാസ് എങ്ങനെയുണ്ട്? ഓക്കെ ആണോ? ഞാൻ ക്ലാസ്സിൽ നിന്ന് പോകുമ്പോ മിസ് പറഞ്ഞൊന്നും മനസ്സിലായില്ല, മിസ്സിന് വലിയ സ്പീഡ് ആയിരുന്നു എന്നൊക്കെ പറയോ? ചുമ്മാ പറഞ്ഞ സ്പീഡ് ഉണ്ടായിരുന്നോ? ടു ബി ഫ്രാങ്ക്, സ്പീഡ് ഉണ്ടായിരുന്നോ? പറയൂ. ഇന്ന് കുഴപ്പമില്ല. യെസ്, ഓക്കെ. ഞാൻ ഒരു ഇംഗ്ലീഷ് ടീച്ചറും കൂടിയാണ് കേട്ടോ. അപ്പൊ ഇംഗ്ലീഷ് നമ്മൾ വായിക്കുമ്പോ കുറച്ച് സ്പീഡ് എനിക്ക് വരുന്നുണ്ട്. നമ്മള് ആ ഒരു പ്രൊഫഷൻ ആയതുകൊണ്ട് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഞാൻ വായിച്ചു പോകും, അതുകൊണ്ടാണ് സ്പീഡ് തന്നെ. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയി? ഇപ്പൊ ഓക്കെ ആണ്, വേറെ കംപ്ലൈൻസ് ഒന്നുമില്ല. കംപ്ലൈന്റ് അല്ല, സ്പീഡ് കൂടുന്ന കംപ്ലൈന്റ് ഉണ്ടല്ലോ അല്ലെ? നിങ്ങളുടെ സജഷൻ പറഞ്ഞ് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. ദാറ്റ്സ് ഓക്കെ. സോ ക്ലിയർ ആണ്, മനസ്സിലായി? അപ്പൊ ഇത്രയും പോർഷൻസ് നന്നായിട്ട് വായിച്ചു നോക്കാം.
ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം. ഇപ്പൊ എന്തെങ്കിലും വേർഡ്സ് ആണെങ്കിലോ അല്ലെങ്കിൽ മീനിങ്സ് ആണെങ്കിലോ ഒക്കെ നിങ്ങളൊന്ന് സ്വയം സെർച്ച് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഡിസീസിനെ കുറിച്ച് അറിയാനാണെങ്കിൽ കുറച്ചൊക്കെ നിങ്ങൾ സ്വയം സെർച്ച് ചെയ്യാം കേട്ടോ. സോ ദാറ്റ്സ് ഓൾ. Okay, it's time to wind up today's class. So thank you all. See you on next class. Okay, bye. Thank you, ma'am. Thank you, ma'am.